ഞാൻ രണ്ടാളെയും വാച്ച് ചെയ്യുകയായിരുന്നു. നിങ്ങൾ പരസ്പരം ബന്ധമില്ലാതാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനം ഉണ്ടാവില്ല. വാശി കാണിച്ച് ആരും ജയിച്ചിട്ടില്ല. വേണ്ടത് കോംപ്രമൈസാണ്. സാർ ഉദ്ദേശിക്കുന്നത് എന്താ? യതീന്ദ്രൻ ഈ പ്രശ്നത്തിൽ ഇടപെടണം. അതിന് കാർത്തിക മുൻകൈയെടുക്കണം. ഇല്ല സാറേ, ഇതൊരു ഒത്തുകളിയാ. ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടാ എന്നാരാ പറഞ്ഞേ? എന്റെ മുന്നിൽ വെച്ച് തർക്കം വേണ്ട. കാർത്തികയ്ക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് യതീന്ദ്രനുമായ ഒരു ധാരണയിലെത്തണം. സാറേ, ഞാനിത് അങ്ങനെ പറഞ്ഞാൽ... അയാളുടെ വൈഫ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് വിവരങ്ങൾ പറഞ്ഞു. അതിന് സമ്മതമല്ലെങ്കിൽ എനിക്ക് ഉദയനോട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. അതിന്റെ പേരിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമെന്നറിയില്ല. ഞാൻ അതിന് റെസ്പോൺസിബിളുമായിരിക്കില്ല. കാർത്തികയ്ക്ക് ആലോചിച്ച് ഡിസൈഡ് ചെയ്യാം. സ്റ്റെല്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങളെ ഒരുമിച്ച് കണ്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു കോംപ്രമൈസ്, അതായിരിക്കും ബെറ്റർ. മനസ്സിലായോ? എന്നാ ശരി, ഞാൻ ഇറങ്ങുന്നു. എന്താ? എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നത്? കാർത്തികേ, ഒരു ഫോട്ടോ യതിയേട്ടൻ അയച്ചു കൊടുക്കാനാ. നിന്നെ പുള്ളിക്ക് അറിയാമോന്ന് എനിക്ക് ഉറപ്പാക്കണ്ടേ? ഓ, തീരെ വിശ്വാസമില്ല എനിക്ക് നിന്നെ. നോക്കട്ടെ, കാണ് നിന്റെ വൃത്തികെട്ട മുഖം. ഈ വിരല് കൊണ്ട് മൂക്കിൻ തുമ്പത്ത് തൊടാനേ ദേ ഇങ്ങനെ അങ്ങ് തൊട്ടാ മതി. പൊള്ളാച്ചി, തെങ്കാശി, കോയമ്പത്തൂർ വഴി ദേ ഇങ്ങനെ ചുറ്റേണ്ട കാര്യമില്ല. ചേച്ചിക്ക് എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാ അതങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ ഒരു അവതാരിക? അപ്പോ മനീഷിന് കാര്യം പിടികിട്ടി. കൊറേ നാളായി ഞാൻ കാണുന്നതല്ലേ നിങ്ങളെ. ഞാൻ ആലോചിക്കായിരുന്നു മനീഷേ, നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ഇവിടുത്തെ ഉദയേട്ടൻ നന്ദനെ കല്യാണം കഴിച്ചു. ഉദയേട്ടൻ എന്റെ ഭർത്താവിന്റെ ചേട്ടൻ, നന്ദന മനീഷിന്റെ പെങ്ങൾ. ഉദയേട്ടൻ എന്റെ നേർ സഹോദരനല്ല, നന്ദന മനീഷിന്റെ നേർ പെങ്ങളും അല്ല. അതായത് നമ്മുടേത് വിദൂരമായ ബന്ധമാണ്. അങ്ങനെയുള്ള ഞാനും മനീഷും എന്തിനാ ശത്രുക്കളെ പോലെ പെരുമാറുന്നത്? ഞാൻ ശത്രുവിനെ പോലെ നിങ്ങളോട് പെരുമാറിയിട്ടില്ലല്ലോ. ഈ പറയുന്നത് തന്നെ ദേഷ്യത്തിലല്ലേ? ചേച്ചിയല്ലേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നത്. ഞാൻ എന്തോ പറഞ്ഞത് ഫോണിൽ റെക്കോർഡ് ചെയ്തത് ആരാ? അതിന് മറുപടിയായി എന്റെ വാക്കുകളും മനീഷ് റെക്കോർഡ് ചെയ്തില്ലേ? അങ്ങനെ അത് പകരത്തിന് പകരമായി. ഞാൻ മനീഷ് പറഞ്ഞത് ഡിലീറ്റ് ചെയ്തേക്കാം. എങ്കിൽ ഞാനും ഡിലീറ്റ് ചെയ്യും. ആ പ്രശ്നം പരിഹരിച്ചില്ലേ? പരിഹരിച്ചു. അല്ല, ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തി എന്തിനാന്ന് പറ. ഒരു വിവരം അറിയാന് ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. മനീഷ് ഗൾഫിന് പോകുന്നുണ്ടോ? യതിയേട്ടൻ സഹായിക്കും. അല്ല, അതിന് ഒരാളെ കൂടി സഹായിക്കാൻ പറ്റിയ ഗെറ്റപ്പിലാണോ പുള്ളി? അല്ല, അതോ ദുബായിലെ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണോ? ഇന്റർനാഷണൽ കമ്പനിയില് സൂപ്പർവൈസറാ യതിയേട്ടൻ, അതറിയോ? ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് ഉണ്ട്. അതിന്റെ പേര് കേൾക്കണ്ടേ? ഹോട്ടൽ പാരീസ്. അതിനോട് ചേർന്ന് ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? താജ്മഹൽ. അതുപോലെ അറബി നാട്ടിൽ ഏതെങ്കിലും ഡൂക്കിലി കമ്പനിയുടെ പേരായിരിക്കും ഈ പറഞ്ഞ ഇന്റർനാഷണൽ. അവിടെ ആയിരിക്കും ഭർത്താവിന് ജോലി. ഇത്ര അസൂയ പാടില്ല.
യതിയേട്ടന്റെ ശമ്പളം കേൾക്കണം. അയ്യോ എനിക്ക് കേൾക്കണ്ട. ദേ ഞാനേ ഗൾഫിൽ പോകുന്നില്ല. അക്കാര്യം ഇനി മിണ്ടുവാൻ വേണ്ട. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അതിന് പരിഹാരം കാണാൻ വഴിയുണ്ട്. അതാ പറഞ്ഞു വരുന്നത്. അല്ല, ഇനി ദുബായി പോകുന്നില്ലെങ്കിൽ വേണ്ട. നാട്ടിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ജീവിക്കാൻ വരുമാനം വേണ്ടേ? അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ മനീഷ് ഉദ്ദേശിക്കുന്നത്? പണ്ട് ഒരു തുണിക്കട ഉണ്ടായിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോ അറിഞ്ഞിട്ടെന്തിനാ? അതൊക്കെയുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി താ. ഒരു ബ്യൂട്ടി പാർലറും സ്റ്റിച്ചിങ് സെന്ററും കൂടി തുടങ്ങിയാലൊന്നൊരു ആലോചനയുണ്ട്. ആ, വൈഫിന് തയ്യലറിയോ? ഏയ്, അവളെ അതിലൊന്നും അടുപ്പിക്കില്ല. അതിന് നല്ല മണി പോലത്തെ പിള്ളാരെ വെക്കും. മനസ്സിലായി. എന്താ? ഒന്നുമില്ലേ. ചെറിയ തോതിലായാലും ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ലക്ഷങ്ങൾ കയ്യിൽ വേണം. എവിടുന്ന് പൈസ ഒപ്പിക്കാനാ പ്ലാൻ? ഭാര്യ വീട്ടിന് സഹായിക്കോ? പിന്നെ അവരുടെ സഹായം ആർക്ക് വേണം? ചുരുക്കത്തിൽ മനീഷിന്റെ വേറെ ഒരു സ്വപ്നമാണ് ബ്യൂട്ടി പാർലർ. എന്നാലേ ആ സ്വപ്നം സഫലമാക്കാൻ ഞാനൊരു വഴി ചൂണ്ടിക്കാണിച്ചു തരും. പിന്നെ ഒരു 5 ലക്ഷം രൂപ മൂലധനം പോരെ? 5 ലക്ഷം എടുത്ത് വച്ചിരിക്കുവല്ലേ? ആണെന്ന് വെച്ചോളൂ. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ മനസ്സിലാക്കി തരാം. ദാ ഇത് കാണും. ഇതാരപ്പ? ഇതാരാ? സ്റ്റെല്ല. പേരല്ല ചോദിച്ചത്. ഈ പാർട്ടി ആരാ? എന്റെ ശത്രു. എറണാകുളത്ത് കടവന്ത്രയിൽ എവിടെയോ താമസം. അല്ല, എന്നെ എന്തിനാ കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ ഫോട്ടോ കാണിക്കുന്നത്? ഈ കണ്ട പെണ്ണിനെ നാളെ കാണാതാവണം. മനീഷ് വിചാരിച്ചാ പറ്റും. അതിനാ ഫോട്ടോ കാണിച്ചത്. തട്ടിക്കളയാനാണോ? ആ, മനീഷിന്റെ ഒരു ബുദ്ധി. ഞാൻ പറയുന്നതിന് മുമ്പ് കാര്യം മനസ്സിലായി. ഞാനെന്താ വാടക കൊലയാളിയാണോ? അല്ല, നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നേ? മനീഷിന് ശകലം ചുറ്റിക്കളിയൊക്കെ ഉണ്ട് എന്ന് വെച്ചേ കൊലപാതകം അതിനൊന്നും ഞാനില്ല. ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ആ പാർട്ടിയെ കൊല്ലണം പോലും. അല്ല, ഞാനത് കൊട്ടേഷൻ ടീമാണെന്ന് വിചാരിച്ചോ? ദേവി പിടിച്ചേ. മനീഷേ, വേണ്ട, ഇതൊന്നും ശരിയാവില്ല. 5 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാലോ? അതോ അതും വേണ്ടാന്ന് പറയോ? എങ്ങനെയാ 5 ലക്ഷം? ഈ സ്റ്റെല്ലയുടെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കി തന്നാൽ 5 ലക്ഷം രൂപ മനീഷിന് ഞാൻ തരും. എനിക്ക് നിങ്ങളുടെ വാക്കിൽ ഒട്ടും വിശ്വാസമില്ല. ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ഞാൻ പറഞ്ഞു പറ്റിച്ചാൽ മനീഷിനെ പോലീസിന് ഒറ്റിക്കൊടുക്കാം. വെറുതെ പറയുന്നതല്ല. ആരും സംശയിക്കാത്ത വിധത്തിൽ ഒരു ഓപ്പറേഷൻ. മനീഷിനത് കഴിയും. 5 ലക്ഷം രൂപ ഒറ്റയടിക്ക് കയ്യിൽ വന്ന് കേറും. എന്തു പറയുന്നു? എവിടെ ഫോട്ടോ? ഒന്നുകൂടെ കാണട്ടെ. ശരിക്ക് കാണ്. ഞാൻ മനീഷിനെ സെൻഡ് ചെയ്തു തരാം. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഓരോന്ന് കാർ ഓടിത്തോണ്ട് ഇറങ്ങിക്കോളും. സോറി ചേച്ചി, പെട്ടെന്ന് റോട്ടിലേക്ക് കയറിയതുകൊണ്ടാ. മനീഷ്, അയ്യോ, എന്തെങ്കിലും പറ്റിയോ? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? ഓരോന്ന് കാർ ഓടിത്തോണ്ട് ഇറങ്ങിക്കോളും. സോറി, പെട്ടെന്ന് റോട്ടിലേക്ക് കയറിയതുകൊണ്ടാ.
നിങ്ങളുടെ വണ്ടിക്ക് എന്താ ഹോണില്ലേ? മേല് വേദനിക്കുന്നു. ചേച്ചി വാ, ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, ഞാൻ കൊണ്ടുപോകാം. ചേച്ചി വാ. വേണ്ടാന്ന്. ഞാൻ പതുക്കെ വന്നേ. ചേച്ചി ഓർക്കപ്പുറത്ത് റോട്ടിലേക്ക് കയറിയതുകൊണ്ടാ. എന്നാലും ഒന്നും പറ്റിയില്ലല്ലോ. ശരി ശരി, നിങ്ങൾ പൊയ്ക്കോ. ചേച്ചി വാ, എവിടാന്ന് വെച്ചാ ഡ്രോപ്പ് ചെയ്യാം. കാറി കയറ്. അതൊന്നും വേണ്ട. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ? ദേഷ്യമൊന്നുമില്ല, ഞാനാ നോക്കാതെ റോഡിലേക്ക് കയറിയത്. സാരമില്ല, പൊയ്ക്കോ. ഇങ്ങത്താ. ഞാൻ കൊണ്ടുവിടാം. എവിടെ പോണെന്ന് പറഞ്ഞാ മതി. എവിടെയാ ചേച്ചി പോവേണ്ടത്? ആ, എനിക്കറിഞ്ഞൂടാ. വീടെവിടെയാ? ആ, വീട് ഞാൻ പോവാ. നിക്ക്, എന്റെ വീട് ഇവിടെ അടുത്താ. അവിടെ കയറി കുറച്ചു സമയം ഇരുന്നിട്ട് പോകാം. വാ, അത് മതി. വേണ്ട, ഞാൻ പിടിച്ചോളാം. സാരമില്ല, വാ. വാ, കേറിക്കോ. ചോറുണ്ടായിരുന്നല്ലോ ചേച്ചി. വേണ്ട. എന്നാ കുറച്ച് നാരങ്ങളും കൂടി എടുക്കട്ടെ? വേണ്ട സുശീലേ, പരവേശമൊക്കെ അടങ്ങി. സുശീലയല്ല, ജലജയെന്ന് എന്റെ പേര്. ആ, അല്ല, ബോഡി പെയിൻ കുറവുണ്ടോ? വേണമെങ്കിൽ ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. ഒന്നും വേണ്ട, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു വീഴ്ചയായിരുന്നു രവി. ഉള്ള കാര്യം തുറന്ന് ഞാൻ പറയാലോ. ഞാൻ മനഃപൂർവ്വം കാറിന്റെ മുമ്പിലേക്ക് കയറിയതാ, ചാകാൻ വേണ്ടി. അതിനു പോലും കഴിവില്ലാതെ പോയി. അതോ കാലിനും വേണ്ടാഞ്ഞിട്ടാണോ? കാറിൽ വെച്ച് ചിലത് ചേച്ചിയോട് സൂചിപ്പിച്ചിരുന്നു രവി. ചില പ്രശ്നങ്ങളുണ്ട്. 2 മക്കളാണ് ചേച്ചിക്ക്, ശ്രുതിയും പിന്നെ മോന്റെ പേരെന്താ? സജീവ്. മക്കളെന്ത് ചെയ്യുന്നു? മോള് കല്യാണം കഴിഞ്ഞു പോയി. ഭർത്താവിന്റെ കൂടെ കേരളത്തിന് വെളിയിലാ. അവൾക്കിപ്പോ എന്നെ വേണ്ട, ഭർത്താവ് മതി. പിന്നെ മോൻ. ചേച്ചിയുടെ മോനൊരു കേസിൽപ്പെട്ട് ജയിലിലാ. ജയിലിലോ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇതിലും നല്ലൊരു വീടുണ്ട് എനിക്ക്. 4 മുറികൾ, ഒരു 2 നില കെട്ടിടം. ഒറ്റയ്ക്ക് അതിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുക ഞാൻ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോ ഇറങ്ങിപ്പോന്നതാ. മോന്റെ പേരിലുള്ള കേസ് എന്തായിരുന്നു? കൊലപാതകം. ലോറി തട്ടി 2 പേര് മരിച്ചു. പ്രതിയായത് എന്റെ ചെറുക്കൻ. പ്രതിയാക്കിയത് അവനെ. അവള് ആ രക്ഷസ് ഒരു വശീകരണക്കാരി യക്ഷിയുടെ വലയിൽ പെട്ടു. സജീവ്. അതാ എല്ലാ കുഴപ്പത്തിനും കാരണം. മോന്റെ കല്യാണം കഴിഞ്ഞതായിരുന്നോ? ഇല്ലെന്നേ. 25 വയസ്സ് തികയുന്നതേ ഉള്ളൂ. PSCയുടെ ടെസ്റ്റ് എഴുതി കാത്തിരുന്നു. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജരായിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ കമ്പനിയിലെ മാഡമാണ് ആ നാശം പിടിച്ചവള്. അവരുടെ കല്യാണം കഴിഞ്ഞതാണോ? ഓ, പക്ഷേ അവക്ക് അയാള് പോരാ. ഒരന്യ സ്ത്രീയുടെ മുഖത്ത് നോക്കാത്തവനായിരുന്നു സജീവ്. അവനെയും വശത്താക്കി അവള്.
അത്ര കുഴപ്പക്കാരിയാ. ഒടുവിൽ അവളെ പ്രതി എന്റെ മോൻ കൊലപാതകയായില്ലേ? ഗുണം പിടിക്കത്തില്ല അവള്. സജീവിനെ കാണുന്നതിന് മുൻപ് വേറൊരു കാമുകനുണ്ടായിരുന്നു അവൾക്ക്. അവൻ വേറെ കെട്ടി. എന്നിട്ടും വിടാതെ യക്ഷി അവന്റെ പിറകെ കൂടിയിട്ടുണ്ട്. അയാളും മിക്കവാറും ജയിലിലാവും. അവനും മോശമല്ല. എന്റെ മോളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നടന്നിട്ട് പറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് യോഗ്യനായിട്ട് എവിടെയോ ഉണ്ട്. എന്നെങ്കിലും എന്റെ കൈ കിട്ടും. കൊടുക്കുന്നുണ്ട് ഞാൻ. മോളുമായിട്ട് ഒരു ബന്ധമില്ലേ ചേച്ചി? പറഞ്ഞില്ലേ, അവക്കെന്നെ വേണ്ട. ഞാൻ കൊലയാളിയുടെ അമ്മയല്ലേ. ഇനി നാട്ടിലേക്കില്ലെന്നാ ശ്രുതി പറയുന്നേ. എങ്ങനെ വളർത്തിയതാന്നറിയോ രണ്ടിനെയും? ഇതൊരു ഗുണപാഠോ? അല്ല, ഇവിടെ എത്ര മക്കളുണ്ട്? ഞങ്ങൾക്കൊരു മോളേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞോ? ആ, കുഞ്ഞുങ്ങളുണ്ടോ? അടുത്ത സമയത്താ കെട്ടിച്ചത്. ഭർത്താവിന് ജോലിയുണ്ടോ? ഗവൺമെന്റ് ജോലിയാ. സൂക്ഷിക്കണേ സാറേ. ആൺപിള്ളേരെ മയക്കാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കുറെ എണ്ണം. പണ്ടൊക്കെ യക്ഷിപ്പനയും യക്ഷിപ്പാലയും ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വീട്ടിലും ഫ്ലാറ്റിലുമാ. ഉച്ചിയിൽ ആണിയടിച്ച് തളയ്ക്കേണ്ട കൂട്ടരാ. മോളും മരുമോനും വരാറുണ്ടോ? മിക്കവാറും വരും. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ആ, എങ്ങനായാലും വേണ്ടില്ല. നമ്മുടെ ഒരു കണ്ണു വേണം. അതുകൊണ്ട് ഞാൻ പറയാണേ, മറ്റൊന്നും വിചാരിക്കരുത്. മനസ്സിലായി ചേച്ചി. വർത്തമാനം പറഞ്ഞിരുന്ന് നേരം വൈകി. ഞാൻ ഇറങ്ങട്ടെ. തനിച്ച് പോണ്ട. വീട് എവിടെയാണെന്ന് പറഞ്ഞാ ഞങ്ങൾ കാറിൽ കൊണ്ടുവിടാം. അതെ, വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. എവിടെയാ വീടെന്ന് പറഞ്ഞില്ല. ഞാനിപ്പോ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല സാറേ. വീട്ടിൽ ചെന്ന് കേറിയ തലയ്ക്ക് ചൂട് പിടിക്കും. ഒറ്റയ്ക്ക് അവിടെ താമസിച്ചാ ശരിയാവില്ല. ഈ ചെന്നിയുടെ ഭാഗത്ത് തേനീച്ച മുളുന്ന പോലെ തോന്നും. ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചു കളയും. സാരമില്ല. എന്നാ പിന്നെ ആവട്ടെ, എവിടെ വെച്ചെങ്കിലും കാണാം. ചെല്ലെ വിളിക്ക്. ചേച്ചി, ഒരു മിനിറ്റ് നിൽക്കണേ. ആ, നേരെ സന്ധ്യയാവാറായി. ഈ കണ്ടീഷനിൽ ഇവരെ ഒറ്റയ്ക്ക് വിട്ടാൽ എങ്ങനെയാ? ആരേതാന്നൊന്നും അറിയില്ല. എന്നാലും ഒരു അമ്മയല്ലേ. ഞാനും അത് തന്നെ ആലോചിച്ചത്. അത്ര നോർമൽ അല്ലാന്ന് തോന്നുന്നു. ഇന്നിവിടെ നിൽക്കാൻ പറയാം. ചെല്ലേ. ഞങ്ങളൊരു കാര്യം പറഞ്ഞ ചേച്ചി കേക്കോ? നാളെ പോയാ പോരെ? അല്ല, അതെന്തിനാ? സന്ധ്യയാവാറായി. മഴ പെയ്യുന്ന ലക്ഷണവും കാണുന്നുണ്ട്. കൊണ്ടുവിടാന്ന് പറഞ്ഞു കേക്കില്ല. ഒറ്റയ്ക്കിനി പോവണ്ട. ഇവിടെ കൂടാ. അയ്യോ, അതൊന്നും വേണ്ട. വേണം. വന്നേ, വാ വാ. ജലജെ, സംസാരിച്ചത് മതി. ബാഗ് കൊണ്ട് അകത്തേക്ക്. ചേച്ചി ഇന്ന് പോകുന്നില്ല. വേണ്ട സാറേ. ചേച്ചി ഒന്നും പറയണ്ട. വന്നേ, വാ വാ.